അത്തർ പുരണ്ട ദാമ്പത്യം. ഹൗലാ തൻ്റെ അത്തർ കുപ്പികളടങ്ങിയ ഭാണ്ഡം മാറത്തു ദുഃഖിപ്പിടിച്ച് നബി ഭവനത്തിൻ്റെ ഉമ്മറത്തേക്ക് കയറി. മദീനയിലെ വീട്ടുകാലികൾ ഹൗലാ വരുന്നതും നോക്കിയിരിക്കും. അവർ സുഗന്ധ വിൽപ്പനക്കാരിയാണ്. പെണ്ണുങ്ങൾക്കിടയിൽ ഹൗലാഇൻ്റെ കസ്തൂരിക്ക് വലിയ ഡിമാൻഡാണ്. അതിൽ മായമുണ്ടാകാറില്ല. അതാണ് കാര്യം. ഭർത്താവ് കാലത്ത് ജോലിക്കിറങ്ങിയാൽ വേഗം വീട്ടുജോലികൾ ഒരുക്കി വെച്ച് അവരുമിറങ്ങും. സ്വന്തമായൊരു സമ്പാദ്യമുണ്ടാകുന്നത് നല്ലതല്ലേ? ഭർത്താവിനും അതിൽ എതിർപ്പില്ല. വർദ്ധിച്ച വീട്ടു ചെലവുകൾക്ക് ഭാര്യയുടെ സുഗന്ധ വിൽപ്പനയൊരാശ്വാസമാണ്. അവളാകട്ടെ നല്ലവളുമാണ്. ഒന്നും പേടിക്കാനില്ല. മാരൻ തിരിച്ചെത്തും മുമ്പ് അവർ കച്ചവടം നിർത്തി മടങ്ങും. കുളിച്ച് ഭക്ഷണമൊരുക്കി മാരനെ കാത്തിരിക്കും. പരവശനായാണ് എന്നും അയാൾ വീട്ടിലെത്തുക. കിടക്കപ്പായ കാണുകയേ വേണ്ടൂ. ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങും. മക്കളില്ല. ഇങ്ങനെ വേഗം ഉറങ്ങിയാൽ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാൻ? മൂപ്പർക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. താൻ കണ്ണെഴുതി സുറുമയിട്ട് സുഗന്ധം പ്രസരിച്ച് കൊഞ്ചി കുഴയാൻ ചെന്നാൽ പോലും ചിലപ്പോൾ കണ്ട ഭാവം നടിക്കുകയേയില്ല. ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പിറുപിറുക്കുന്നത് കാണാം. പുതപ്പ് വലിച്ചെടുത്ത് കാലുവരെ തലമൂടി പുതച്ചുറങ്ങാനൊരുങ്ങും. താൻ മെല്ലെ അതിനുള്ളിലേക്ക് നൊഴുന്ന് കടന്നൊന്ന് കെട്ടിപ്പിടിച്ചാലോ ക്രുദ്ധനായി തുറിച്ചു നോക്കും. കാലൊന്ന് കയറ്റി ആ ശരീരത്തിൽ വെച്ചാലോ തട്ടിമറിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരിഞ്ഞു കിടന്നുറങ്ങും. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച ലാഘവത്തിൽ. താൻ തോറ്റ് മടങ്ങുകയേയുള്ളൂ. മുത്തുനബിയോട് തന്നെ പരാതി പറയാൻ ഉറച്ചു. ഭർത്താവാണെന്ന് കരുതി ഇങ്ങനെ അവഗണിക്കാമോ? താനും ഒരു പെണ്ണല്ലേ? തനിക്കുമില്ലേ ആശകളും അഭിലാഷങ്ങളുമെല്ലാം? ചില ദിവസം ഏങ്ങിക്കരഞ്ഞിട്ട് പോലുമുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ കുറച്ചു കാലമായി ഇങ്ങനെ. വയസ്സ് കുറച്ചായാൽ പുരുഷന്മാർ ഇങ്ങനെയാണോ ആവോ? ആരോടാണ് ചോദിക്കുക? ആയിഷ ബീവി ഉണ്ടകത്ത്. വിവരമെല്ലാം അവരോടോതി. അവരെല്ലാം കേൾക്കും ഏത് സങ്കടവും. ചിലപ്പോൾ സ്വയം തന്നെ പരിഹാരം പറയും. ചെറുപ്പക്കാരിയാണെങ്കിലും എന്തിരുത്തമാണ്. സംസാരിച്ചിരുന്നാൽ നേരം പോകുന്നതറിയില്ല. ഒരുപാട് വിജ്ഞാനകനികൾ തുറന്നു തരും. എന്താനന്ദമാണ് അവർക്ക്! മുത്തുനബിയോടത്തുള്ള ദാമ്പത്യം. അവരുടെ മടിയിൽ വെച്ചല്ലേ വഹി ഇറങ്ങുന്നത്. ഹോ, വല്ലാത്ത ഭാഗ്യശാലിനി തന്നെ. ഇപ്പോൾ അവർ കണ്ണു വിടർത്തിയിരുന്ന് ശ്രദ്ധിച്ച് കേട്ടതേയുള്ളൂ. താനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. നബി വരട്ടെ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തെല്ലിട കഴിഞ്ഞ് പുറത്ത് പാദപതനം കേട്ടു. മുത്ത് നബിയുടെ വരവാണ്. ഹൗല ഉണ്ടോ ഇവിടെ? നല്ല വാസന. അവിടുത്തെ നിഗമനങ്ങൾ പിഴക്കാറേയില്ലല്ലോ. വല്ലതും മേടിച്ചോ? ഇന്ന് കച്ചവടം ഈ വഴിക്കാണോ? അവിടുന്ന് പുഞ്ചിരി തൂകി. മന്ദഹാസം. ഒന്നും മേടിച്ചില്ല. ഹൗലായിനെന്തോ പറയാനുണ്ട്. അതിനാണ് ആയിഷയുടെ പതിഞ്ഞ സ്വരം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാരമിറക്കിയ പ്രതീതി. കണ്ണൽപ്പം നനഞ്ഞുവോ? സ്വരമിടറിയോ? നബി എന്തു കരുതും? സാരമില്ല ഹൗല. പുരുഷന്മാർ ചിലപ്പോഴങ്ങനെയാണ്. അവർക്ക് പല പ്രശ്നവും കാണില്ലേ? നീ ബാധ്യത മറക്കേണ്ട. അയാളെ സംതൃപ്തമാക്കാതിരിക്കേണ്ട. എല്ലാം ശരിയാകും. പരിശ്രമം തുടർന്നോളൂ. വിജയിക്കും. ഒരിക്കൽ അയാൾ തോൽക്കും. പിന്നെ അയാൾക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ആശീർവാദം മാത്രം മതിയായി തനിക്ക്. മനം നിറഞ്ഞു. നബിയുടെ വാക്കുകൾ പിഴക്കാറില്ല. അയാൾക്ക് വേണ്ടിയും ഞാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കണോ നബിയെ ഇനിയും? തീർച്ചയായും നിനക്കതിന് പ്രതിഫലമുണ്ട്. അവിടുന്ന് തുടർന്നു.
നീ അയാളുടെ ഭാരം കുറക്കാൻ കഴിയും വിധം അധ്വാനിക്കുന്നു. അതുതന്നെ ധാരാളം. പിന്നെ ആ വീട് സംരക്ഷിക്കുന്നില്ലേ നീ? ഒരു പൊടി തട്ടിയാൽ പോലും നിനക്കൊരു നന്മ എഴുതപ്പെടും, തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലൊരു പദവി ഉയരും. അപ്പോൾ ഭർത്താവിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാകുമല്ലോ. ഹൗലായുടെ മനസ്സിൻ്റെ ആശ വാക്കുകളായി പുറത്തു ചാടി. നബിയുടെ ചുണ്ടുകൾ വീണ്ടും വിടർന്നു. പറയാനുണ്ടോ? ഗർഭിണിക്ക് രാത്രി കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നതിന് രാത്രി മുഴുവൻ ദീർഘമായി നിന്ന് നിസ്കരിക്കുന്നവൻ്റെ കൂലിയാണ്. പകലിൽ ചുമക്കുന്നതിന് എന്നും നോമ്പനുഷ്ഠിക്കുന്ന പ്രതിഫലവും. ദേഹത്തിൻ്റെ അരുതായികകളും തളർച്ചയും സഹിക്കുന്നതോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്ത കൂലിയും. പ്രസവവേദന ഒരടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണ്. ഓരോ വേദനയ്ക്കും ഓരോ മോചനം. മുല കൊടുക്കുന്ന ശ്വാസത്തിന് ഓരോന്നിനും ഓരോ കൂലി. അതുവരെ നിശബ്ദയായിരുന്ന എല്ലാം കേട്ട ആയിഷ ഇടക്ക് കയറി ഒച്ച വെച്ചു. കൊള്ളാമല്ലോ, ഇതൊക്കെ പെണ്ണിനാണോ? പുരുഷനൊന്നുമില്ല അല്ലേ? വല്ലാത്ത ഭാഗ്യം ഞങ്ങൾക്ക്. തുല്യദുഃഖിതയെ കണ്ടാണോ അവിടുത്തെ ചൊടികൾ മന്ദഹാസം വിരിഞ്ഞത്? ഇല്ലെന്നോ? അവളെ വിരിപ്പിലേക്ക് കൈപ്പിടിച്ച് വലിക്കുന്നതിനൊരു കൂലി, പരിരംഭണത്തിനൊരു 10 കൂലി, എൻ്റെ സമുദായത്തിൽ അംഗമുണ്ടാക്കുന്നതിന് പ്രപഞ്ചത്തോളം കൂലി. എല്ലാം കഴിഞ്ഞ് കുളിക്കാനൊരുങ്ങുമ്പോഴോ നനയുന്ന ഓരോ രോമത്തിനുമെണ്ണം നന്മ, ഓരോ തിന്മയും മായ്ക്കപ്പെടുക. സ്വർഗത്തിലോരോ സ്ഥാനക്കയറ്റം. ആ കുളിക്ക് നൽകപ്പെടുന്ന പ്രതിഫലമോ ഈ ദുന്യാവിൻ്റെ അത്രയും നന്മ. അള്ളാഹു മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. നോക്കൂ, എൻ്റെ 2 അടിമകൾ ആജ്ഞയനുസരിച്ച് ജനാബത്ത് കുളിക്കുന്നു. ഈ നിറഞ്ഞ ഇരുട്ടിൽ അവർ തണുപ്പ് സഹിക്കുന്നതിന് എനിക്ക് വേണ്ടിയല്ലേ? നരകച്ചൂട് ഞാൻ അവർക്ക് നൽകുകയേയില്ല. നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, നാം എല്ലാ ദോഷങ്ങളും അവർക്ക് പൊറുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു നിർത്തി. തനിക്കായി മാത്രം എത്ര വിജ്ഞാനമാണ് നബി പകർന്നു തന്നത്. നിറഞ്ഞ മനസ്സുമായി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഹൗലാഇൻ്റെ കൽബിൽ ഇന്ന് മണവാളനെ എങ്ങനെ പാട്ടിലാക്കാമെന്ന ചിന്തയായിരുന്നു. മാർഗം കണ്ടെത്തിയ ഒരു ഗൂഢമായ പുഞ്ചിരി ആ മനോഹരമായ അതിരങ്ങളിൽ തത്തിക്കളിക്കുകയായിരുന്നു.